ഒരു രാജ്യത്തിന്റെ ഉള്ളിലായിട്ട് മറ്റൊരു രാജ്യം അടിയും ഇടിയും ഒന്നുമില്ലാണ്ട് രണ്ട് രാജ്യങ്ങളും സമാധാനത്തോടു കൂടി ജീവിക്കുകയാണ്. ചുടാ ഇതെങ്ങനെ പറ്റും? ഇതാണ് ദക്ഷിണാഫ്രിക്കയുടെ ഉള്ളിലായിട്ട് ലെസോത്തോ എന്ന് പറഞ്ഞൊരു രാജ്യം. അവിടെ സനി പാസ് എന്ന് പറഞ്ഞൊരു അടിപൊളി ഡ്രൈവ് ഉണ്ട്. 4x4 അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് മസ്റ്റ് ചെയ്യണമെന്ന് പറയുന്ന ഒരു ഡ്രൈവാണത്. അത് ചെയ്യാനാണ് നമ്മളിന്ന് പോകുന്നത്. നമ്മൾ മാത്രമല്ല, നമ്മളുടെ കൂടെ ഒരുപാട് നമ്മുടെ മലയാളികളായ ഫ്രണ്ട്സും ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സനി പാസ് ചെയ്യാനായിട്ട് നല്ല പ്രവൃത്തി പരിചയമുള്ള ഡ്രൈവേഴ്സ് വേണം, അതിനുള്ള വണ്ടിയും വേണം. അപ്പോൾ ഇവരെയൊക്കെ നമ്മൾ ബുക്ക് ചെയ്തു. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ബുക്ക് ചെയ്യാൻ പറ്റും. ആ ബുക്ക് ചെയ്ത ആൾക്കാരാണ് സനി പാസ് ടൂർസ് എന്ന് ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ അണ്ണനാണ് നമ്മളെ ഈ സനി പാസ് കാണാനായിട്ട് കൊണ്ടുപോകുന്നത്. സൗത്ത് ആഫ്രിക്കയുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ള പ്രത്യേകത മാത്രമല്ല ലെസോത്തോയ്ക്കുള്ളത്. ലെസോത്തോയില് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ മഞ്ഞ് പെയ്യാനും സാധ്യതയുണ്ട്. അപ്പൊ മഞ്ഞെങ്ങാനും പെയ്താലോ എന്ന് ആലോചിച്ചിട്ടാണ് നമ്മളും നമ്മളുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് ഈ ഒരു ലെസോത്തോ കാണാനായിട്ട് വന്നത്. സൗത്ത് ആഫ്രിക്കയുടെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരമായിട്ടുള്ള മലനിരയാണ് ഡ്രക്കൻസ്ബർഗ്. ഈ ഡ്രക്കൻസ്ബർഗിനോട് ചേർന്നിട്ട് തന്നെയാണ് ഈ ലെസോത്തോട് ബോർഡർ എടുക്കുന്നത്. അവിടേക്ക് ഒരു 8 കിലോമീറ്റർ ആയിട്ട് വളരെ വളഞ്ഞു പൊളഞ്ഞ് മല കയറിയുള്ള ഒരു പാസ് ഉണ്ട്. അതാണ് സനി പാസ്. അപ്പോൾ അത് ആണ് ചെയ്യാനായിട്ട് നമ്മൾ പോണത്. അത് മാത്രമല്ല, അവിടെ ലെസോത്തോട് ഉള്ളിലായിട്ട് മനോഹരമായ കുഞ്ഞു ഗ്രാമങ്ങളുണ്ട്. ഇതൊക്കെ ആട്ടിടയന്മാരാണ്. അവരുടെ മെയിൻ ഉപജീവന മാർഗം തന്നെ ഈ ആട്ടിടയ വൃത്തിയാണ്. അപ്പോൾ അവരുടെ ഗ്രാമം, പിന്നെ മാത്രമല്ല തണുത്ത് വരച്ചു പോയിട്ടുള്ള ഐസായി മാറിയ ഒരു വാട്ടർഫോളും ഉണ്ട്. അതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കാണും. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ദക്ഷിണാഫ്രിക്കയുടെയും ലെസോത്തോന്റെയും ചെക്ക് പോസ്റ്റിലാണ്. ഇതിന്റെ ബോർഡറിൽ എത്തിയിട്ടുണ്ട്. ഇനി പുള്ളി പോയിട്ട് നമ്മുടെ എല്ലാ സംഭവങ്ങളും ചെയ്തിട്ട് വരും. നമ്മൾ ഇതിനുള്ളിൽ വെയിറ്റ് ചെയ്താൽ മതി. ഞാൻ പോയിട്ട് ബാത്റൂമിലൊക്കെ പോകണം. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മല കയറാൻ പോകുന്നത്. ഇതാ കാണുന്നത് ദക്ഷിണാഫ്രിക്കയുടെയും ലെസോത്തോന്റെയും കൊടിയാണ് കേട്ടോ. ദക്ഷിണാഫ്രിക്കയുടെ കൊടി ലെസോത്തോടെ കൊടിയുമ്പോൾ കാണും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദക്ഷിണാഫ്രിക്കയുടെ ഉള്ളിലാണ് ലെസോത്തോ. ഒന്ന് ആലോചിക്കുക, ഒരു രാജ്യത്തിനുള്ളിൽ ഒരു രാജ്യം വെട്ടിപ്പിടിക്കലും നുഴഞ്ഞുകയറ്റും ബോംബിടലും യുദ്ധവും ഒന്നും ഇല്ലാണ്ട് സുഖവും സമാധാനമായിട്ട് ഇരിക്കുക. അത്ഭുതം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു അത്ഭുതം. ബോർഡറിൽ തിരിക്കുകയാണ്. ഇതാണ് ബോർഡർ കൺട്രോള്. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഏജന്റ് തന്നെ പോയിട്ട് നമുക്ക് എന്താ പറയുക എല്ലാവിധ സാധനങ്ങളും ചെയ്തു തരും. വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ നമ്മുടെ പാസ്പോർട്ടിൽ ഇവർ സ്റ്റാമ്പ് അടിച്ചാണ് കണ്ട. ഇത് സൗത്ത് ആഫ്രിക്ക സൈഡിലാണ് ഇവർ സ്റ്റാമ്പ് ചെയ്താണ് കണ്ട. ഇത് ഏജന്റ് വഴി പോയാൽ തന്നെ നടക്കുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഒന്നും നടക്കില്ല. അവിടെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം മല കയറാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന. അടുത്ത 8 കിലോമീറ്റർ ദൂരം വളരെ ദുർഘടം പിടിച്ച മലയോര പാതയാണ്. നല്ല വിദഗ്ധരായിട്ടുള്ള 4x4 എക്സ്പേർട്ടുകൾക്ക് മാത്രമാണ് ഈ ഒരു സനി പാസ് ഡ്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അത്ര കുത്തനെയുള്ള കയറ്റം ഈ ഒരു റോഡിനുണ്ട്. You cannot hike to the top. It goes up here, then you walk down, following the mountain down. They're still trying to recover, to recover some bodies. Yes. It's for a military operation actually. It's happening there. Okay. ഹൈക്കിന് കയറി പോണ ആൾക്കാരും കണ്ടാ. ഇതൊക്കെ ഭയങ്കര പാടാ ഹൈക്ക് ചെയ്ത് കയറാനായിട്ട്.
നല്ല ഭയങ്കര കോൾഡ് ഉണ്ട്. അതിലും ചെളിയുണ്ട്, അതാണ്. ഇത് ഇവിടെ മഞ്ഞ് വന്ന് തണുത്തുറച്ചതാണ്. ഇപ്പൊ മഞ്ഞ് ഒരുക്കി, പക്ഷെ ഈ സാധനം എങ്ങനെ തന്നെ നിക്കണുണ്ട്. കണ്ട, ഇത് ഫുള്ള് ഫ്രോസണാ ഈ വാട്ടർഫോൾ നിറച്ച്. അയ്യോ അങ്ങോട്ടൊന്നും വീഴല്ലേ. അങ്ങനെ നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള സനിപാസ് ഡ്രൈവിന് ശേഷം നമ്മൾ ലെസോത്തോലേക്ക് കടന്നു. ലെസോത്തോ ബോർഡറിൽ നമ്മുടെ പാസ്പോർട്ട് ചെക്ക് ചെയ്യാൻ മാത്രമേ ഉള്ളൂ, സ്റ്റാമ്പിംഗ് ഒന്നുമില്ല. അത് അവരുടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഡ്രൈവേഴ്സാണ് ചെയ്യുക. ലെസോത്തോ വളരെ ഉയരത്തിലാണ് നമ്മുടെ സമുദ്രതലത്തിനേക്കാളും. അതുകൊണ്ട് തന്നെ ഈ സ്ഥലം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മല മാത്രം, ഇവിടെ മരം എന്ന് പറഞ്ഞ ഒരു സാധനം കാണാനില്ല. പിന്നെ നമ്മൾ കാണുന്നതാണ് ഇങ്ങനെ കല്ലടക്കി വെച്ചിട്ട് പുല്ല് മേഞ്ഞ നിരത്തിലുള്ള വീടുകൾ. ഇത് ഇവിടുത്തെ ആട്ടിടയന്മാരുടെ വീടുകളാണ്. നമ്മളിപ്പോൾ അങ്ങനത്തെ ഒരു ഗ്രാമം കാണാനായിട്ട് പോണത്, ആട്ടിടയന്മാരുടെ ഗ്രാമം. ലെസോത്തോ രാജ്യത്തിലെ കഠിനാധ്വാനികളായിട്ടുള്ള ആട്ടിടയന്മാരാണ് ഇവർ. ഈ സ്ഥലം ഭയങ്കര തണുപ്പുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ നല്ല കമ്പിളി പുതപ്പ് പതിച്ചിട്ടാണ് ഇവര് നൃത്തം ചെയ്തത്. ഈ ഒരു നൃത്തത്തോടു കൂടിയാണ് ഇവര് നമ്മളെ ഈ ഗ്രാമത്തിലേക്ക് സ്വീകരിച്ചത്. വലിയ ഗ്രാമമൊന്നുമല്ല കേട്ടോ, ഒരു ചെറിയ ഗ്രാമമാണ്. പരമ്പരാഗതമായിട്ടുള്ള ലെസോത്തോ നൃത്തത്തിന് ശേഷം അവർ നമ്മളെ കൊണ്ടുപോയത് അവരുടെ വീട് കാണിക്കാനാണ്. ഒരു ചെറിയ ഒരു മുറി മാത്രമുള്ള ഒരു വീടാട്ടോ. അതിന് നടുവിലായിട്ട് തന്നെയാണ് അവരുടെ അടുക്കള. അവിടെയാണ് അവർ ബ്രെഡ് ബാക്കി സാധനങ്ങളൊക്കെ പാചകം ചെയ്യുന്നത്. ഇതൊരു മോഡൽ വീടായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇങ്ങനെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് അവരുണ്ടാക്കിയതും അവരുടെ കൾച്ചറിനെ പറ്റിയിട്ടും അവർ ഈ പുതപ്പ് പുതയ്ക്കുന്നതിനെ പറ്റിയിട്ടും സ്ത്രീകൾ എങ്ങനെയാണ് ആ പുതപ്പ് പുതയ്ക്കുക എന്നുള്ളതും പിന്നെ ആട്ടിടയന്മാരുടെ വടി അതിൻ്റെ പ്രത്യേകതകൾ എല്ലാം ഇവർ നമുക്ക് വിസ്തരിച്ച് പറഞ്ഞു തന്നു. അവർ നമുക്ക് ഈ ലെസോത്തോൻ്റെ കുറേ കൾച്ചറൽ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അവരുടെ തൊപ്പി, അവരുപയോഗിക്കുന്ന വടി, അവരുടെ രാജാവും രാജ്ഞിയെ പറ്റിയിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇരുന്ന് അവർ പറഞ്ഞു തന്നത്. ഇപ്പം നമുക്ക് അവർ ബ്രെഡ് തരും, പിന്നെ ഇവർ ലോക്കലായിട്ട് ഉണ്ടാക്കുന്ന ബിയർ തരും എന്നാണ് പറഞ്ഞത്. ലെസോത്തോയിൽ ഇപ്പോഴും രാജഭരണം എന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു, പക്ഷെ കേട്ടപ്പോൾ കൗതുകം തോന്നി. പക്ഷെ ഇവരുടെ പാചകരീതിയും ഇവരുടെ ബ്രെഡും പിന്നെ ഇവർ ലോക്കലായിട്ട് ഉണ്ടാക്കുന്ന ബിയർ നമുക്കിനി ടേസ്റ്റ് ചെയ്യാൻ തരുമെന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ നമ്മളിപ്പോൾ അത് ടേസ്റ്റ് ചെയ്യാൻ പോവാം കേട്ടോ. ഇതെന്താ ബിയറാണ്? സ്വർഗം ബിയർ. ജ്വാല. ജ്വാല നമ്മുടെ മലയാളം വീടാണ്. ജ്വാല ഇത് കഴിച്ചു കഴിഞ്ഞാൽ ജ്വാലയാവും. ജ്വാലയാവും. കഴിച്ചു നോക്കാം. ഭയങ്കര പുളിയോട്ടോ. ഇവരുടെ ഭയങ്കര പുളിയുള്ള ബിയറിന്റെ പേര് ജ്വാല എന്നാട്ടോ. ശരിക്കും ഒരു മലയാളം വീട് തന്നെയാണല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ നല്ല ബ്രെഡായിരുന്നു കേട്ടോ. ഈ ഒരു തണുപ്പ് സമയത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ലെസോത്തോയിലേക്ക് കടന്നപ്പോൾ ഭീകരമായ കാറ്റ് അനുഭവപ്പെട്ടായിരുന്നു. നമ്മളെ പറത്തിക്കൊണ്ട് പോകണ അത്ര ശക്തിയുള്ള കാറ്റ്. ഗ്രാമത്തിൽ നിന്നിറങ്ങി പിന്നീട് നമ്മൾ പോയത് ലെസോത്തോയിലെ ഏറ്റവും ഉയരം കൂടിയ പോയിന്റ് കാണാനായിട്ടാണ്. അവിടെ മഞ്ഞുണ്ടാവും എന്നുള്ള ഒരു പ്രവചനം കൂടി ഉണ്ടായിരുന്നു. ആ സ്ഥലത്ത് എത്താറാവുമ്പോഴേക്കും വഴിയരികിലും കുന്നിമുകളിലൊക്കെ ആയിട്ട് ചെറുതായിട്ട് മഞ്ഞ് വീണെടുക്കുന്നത് കാണായിരുന്നു. പക്ഷെ ഈ ഒരു സെയിം സമയത്ത് തന്നെ കഴിഞ്ഞ വർഷം ഈ ഏരിയ മൊത്തം മഞ്ഞിൽ കുളിച്ചു കിടക്കുകയായിരുന്നു. പക്ഷെ കുറച്ചെങ്കിലും മഞ്ഞ് കാണാൻ പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷം ഉണ്ടായിരുന്നു. മഞ്ഞ് പെയ്തിട്ട്
ആഫ്രിക്ക എന്നീ ഭൂഖണ്ഡത്തില് മഞ്ഞ് കാണാൻ പറ്റുമെന്ന് സ്വപ്നത്തിലല്ല ഈ ജമ്മത്ത് പോലും വിചാരിച്ചിട്ടില്ല. കാരണം ചെറുപ്പത്തിലൊക്കെ പഠിക്കുമ്പോൾ വരണ്ടുണങ്ങിയ ഒരു സ്ഥലമാണ് ആഫ്രിക്ക. പക്ഷെ ഇവിടെയും മഞ്ഞ് പെയ്യുന്നോ കണ്ടത്, ഓ മൈ ഗോഡ്, വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ തോന്നി എനിക്ക്. ഇവിടുത്തെ ലെസോത്തോടെ ഹയസ്റ്റ് പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. 3240 മീറ്റർ എബോവ് സീ ലെവലാണ്. ഇവിടെ ഒരു ഫോട്ടോ പോയിന്റ് ഉണ്ട്. നമ്മളിവിടെ വണ്ടി നിർത്തിയിരിക്കുക കാണാം. അങ്ങനെ ഈ ഹയസ്റ്റ് പോയിന്റിൽ എത്തിയപ്പോഴേക്കും നമുക്ക് എല്ലാവർക്കും നല്ല വിശപ്പ് കയറി. പിന്നെ ഈ ലെസോത്തോ എന്ന് പറഞ്ഞ ഒരു രാജ്യത്ത് വളരെയധികം റെസ്റ്റോറൻറ്റ്സോ അങ്ങനത്തെ സൂപ്പർ മാർക്കറ്റോ ഒന്നുമില്ല. വളരെ ഡ്രൈ ആൻഡ് എന്താ പറയുക, മരം ഒന്നുമില്ലാത്തൊരു ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കേർഡ് റൈസ്, നമ്മളുടെ ഉരുളക്കിഴങ്ങ് ഉപ്പേരി, കുറച്ച് ചിക്കൻ, ബീഫ് ഫ്രൈ ഇതൊക്കെ നമ്മൾ കൊണ്ടുവന്നായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് തന്നെ ആ ഹയസ്റ്റ് പോയിന്റിൽ നിന്നിട്ട് നമ്മൾ ലഞ്ച് കഴിച്ചു. പക്ഷെ എന്തുകൊണ്ടാണെന്നറിയില്ല, ഹയസ്റ്റ് പോയിന്റിലായതുകൊണ്ടാണോ അത് ഫുഡിന് ഭയങ്കര ടേസ്റ്റ് ആയതുകൊണ്ടാണോ എന്ന്, ഫുഡ് ഭയങ്കര ടേസ്റ്റി ആയിട്ട് തോന്നി. തണുപ്പൊന്നും ഒരു വിഷയം തന്നെ ആയിരുന്നില്ല. അതിനുശേഷം നമ്മൾ പോയത് ആഫ്രിക്കയിലെ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന പബ്ബ് കാണാൻ വേണ്ടിയിട്ടാണ്. ഭയങ്കര കാറ്റുള്ള സ്ഥലം. ഈ ഹയസ്റ്റ് പബ്ബിൽ വന്നിട്ടുള്ള ആൾക്കാർ മുഴുവൻ പേര് എഴുതി വെച്ചാണ് കേട്ടോ അവിടെ. നമുക്ക് എവിടെയെങ്കിലും എഴുതി വെക്കാലോ. നമ്മുടെ പേര് നമ്മളവിടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ഹയസ്റ്റ് പബ്ബിന്ന് ലോക്കലായിട്ടുള്ള ബിയർ മേടിച്ചു, പ്രീമിയം. നോക്ക് അതിന്റെ പേര് മാളൂട്ടി. കണ്ടോ, മാളൂട്ടി. ഈ സാധനല്ലേ ഇത് മലൂട്ടി. മലൂട്ടി മീൻസ് വാട്ട്? മൗണ്ടൻസ്. ഇത്തിരി സ്വീറ്റ് പോലെ. Maluti mountain water. ഹയസ്റ്റ് പോയിന്റ് പബ്ബിൽ നിന്ന് നമ്മൾ താഴെ പോവാണ്. എന്ത് കത്തി ഇവിടെ വരെ എത്തി? Who is burning that? Hey, I don't know. But earlier it was not that much. No. So, hey, these fires, they bad. I don't know why they putting fires when it's windy like this. Yeah, true. തിരിച്ച് മല ഇറങ്ങുമ്പോൾ ലെസോത്തോയിലെ ആട്ടിടയന്മാര് ചുള്ളിക്കമ്പുമായിട്ട് മല കയറുന്ന കാഴ്ച നമുക്ക് കാണാമായിരുന്നു. അങ്ങനെ ലെസോത്തോയിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് സനിപാസ് ഇറങ്ങി സൗത്ത് ആഫ്രിക്കയിൽ എത്തണം. പക്ഷെ പോകുന്ന വഴിയിലായിട്ട് അകലെ തീ കത്തുന്നതായിട്ട് നമുക്ക് കാണാമായിരുന്നു. നല്ല പുകയും വരുന്നുണ്ടായിരുന്നു. പക്ഷെ മലയിൽ കത്തിപ്പിടിച്ച ഈ തീ പിന്നീട് നമുക്ക് 8ന്റെ പണി തരാനുള്ള ഒരു ഉഗ്രൻ ഐറ്റം ആയിരിക്കുമെന്ന് അപ്പം എനിക്കറിയില്ലായിരുന്നു. ആ കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങളുടെ ഐശ്വര്യരാം. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുക. ബൈ. ഇവിടെ മൊത്തം തീയാണല്ലോ. അങ്ങോട്ട് പോകാൻ പറ്റുമോ?